ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇത്ര നാൾ നോക്കിക്കൊണ്ടിരുന്ന കലകൾ എന്ന ടോപ്പിക്കിന്റെ 5ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 5ാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഇന്നും നമുക്ക് കുറച്ച് കലകൾ നോക്കാം. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് പടയണിയാണ്. പടയണിയിലെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ പടയണി നോക്കുന്നത്. പടയണിയുടെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം നോക്കിയാൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട. കഥകളി കൂടിയാട്ടം നോക്കിയ പോലെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വെച്ച് നമുക്ക് നോക്കാം. ഈ ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് എന്ത് പടയണി. പടയണി എന്താണ്? പടയണി ഒരു അനുഷ്ഠാന കലാരൂപമാണ്. അത് ഭഗവതി ക്ഷേത്രങ്ങളാണ് കൂടുതലായിട്ട് അവതരിപ്പിച്ചു വരുന്നത്. മധ്യ തിരുവിതാംകൂറിന്റെ മധ്യത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് എന്ത് ഈ പടയണി നടത്താറ്. അത് സാധാരണ നടത്തി വരുന്ന എവിടെയാണ്? മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളാണ്. എന്താണ്? മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ട് എന്ത് പടയണി നടത്തി വരാറ്. വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് പടയണി സാധാരണയായി നടത്താറ്. എന്താണ്? വിളവെടുപ്പിനോടനുബന്ധിച്ച് പണ്ട് കാലങ്ങളിൽ വിളവെടുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ നെല്ല് കൊയ്ത് വിളവെടുക്കൽ, അങ്ങനത്തെ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയമുണ്ടല്ലോ. ആ വിളവെടുപ്പിന് ഒരു ആഘോഷമായിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത്. ആ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു ആചാരാനുഷ്ഠാനം ദൈവത്തോട് നന്ദി സൂചകമായിട്ട് ചെയ്യുന്ന ഒരു ആഘോഷമൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ അവിടെ ആ സമയത്ത് നടത്തുന്ന ഒരു ഇതായിരുന്നു എന്ത്, ഒരു അനുഷ്ഠാന കലാരൂപമായിരുന്നത് പടയണി. പടയണിയുടെ മറ്റൊരു പേരെന്ന് വെച്ചാൽ പടയണി എന്നാണ്. എന്നാൽ പടയണി എന്നാണ് പടയണിയുടെ മറ്റൊരു പേര്. മറ്റൊരു പേരെന്നാണ് പടയണി. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഇത് പടയണി എന്നുള്ളത്. പടയണിയുടെ മറ്റൊരു പേരാന്നുള്ളത്. ഈ പടയണി എന്ന കലാരൂപത്തിന്റെ ജന്മദേശം ചോദിച്ചാൽ അത് കടമ്മനിട്ടയാണ് കേട്ടോ. കടമ്മനിട്ടയിലാണ് പടയണി എന്ന കലാരൂപത്തിന്റെ ജന്മദേശം. എവിടെയാണ് പടയണി എന്ന കലാരൂപത്തിന്റെ ജന്മദേശം? കടമ്മനിട്ടയാണ്. ഇനി സാധാരണ ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളുടെയും വസൂരിയിൽ നിന്നും മറ്റും രക്ഷിക്കാനായിട്ടായിരുന്നു ഇത് നടത്തി വരാറുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഇത് എന്താണ്, എന്തിനു വേണ്ടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്? നമ്മൾ കൊയ്ത്തുത്സവം അല്ലെങ്കിൽ വിളവെടുപ്പിന്റെ സമയത്തായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. വിളവെടുപ്പിന്റെ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഷ്ഠാന കലയായിരുന്നു ഏത്? പടയണി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ മറ്റൊരു ആചാരത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയായിരുന്നു. അതായത് ഈ വസൂരി, പണ്ട് കാലത്ത് ഗ്രാമങ്ങളിൽ വസൂരി എന്ന് പറയുന്നത് ഭയങ്കര വലിയ രോഗമായിരുന്നല്ലോ, വലിയ പകർച്ചവ്യാധിയായിരുന്നു. അന്ന് ഇതിന് മരുന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ വസൂരി വരുമ്പോൾ പണ്ട് കാലത്ത് ജനങ്ങൾ കരുതിയിരുന്നത് അതെന്താ, ദേവിയുടെ കോപം, അല്ലെങ്കിൽ ദേവി നമ്മളോട് തെറ്റ് ചെയ്തതിന് പകരമായിട്ട് ദേവി നമ്മൾ ശിക്ഷിക്കുന്ന കൊണ്ടാണ് ഈ വസൂരി വരുന്നത്. ആ ശിക്ഷയായിട്ട് തരുന്നതാണ് ഈ വസൂരി എന്നൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അത് ദൈവികോപമാണ്, ദൈവം നമ്മളോട് ദേഷ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ ദേവി നമ്മളോട് ദേഷ്യത്തിലാണ്, അതുകൊണ്ട് ആണ് ഈ വസൂരി വരുന്നതെന്ന്. അപ്പൊ ഈ വസൂരി മാറ്റാനായിട്ട് അവർ ദേവിപ്രീതിക്ക് വേണ്ടിയിട്ടും ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടുണ്ട് പടയണി നടത്തി വരാറുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ വരുന്ന ഈ വസൂരി ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ രക്ഷിക്കാനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന രീതിയിലാണ് എന്ത് പടയണി നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ചരിത്രം ഈ പടയണിക്കുണ്ട്. എന്ത്, നമ്മള് സാധാരണ നടത്തി വരുന്നത് ഇത് കൊയ്ത്തുത്സവം അല്ലെങ്കിൽ വിളവെടുപ്പിന്റെ സമയത്താണ് നടത്തി വരുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഇത് മെയിനായിട്ട് അതിലും മുമ്പ് പണ്ട് കാലങ്ങളിൽ നടത്തി വരുന്നത് എങ്ങനെയായിരുന്നു? ഒരു ഗ്രാമത്തിൽ മൊത്തം ജനങ്ങളുടെ വസൂരിയാണ്. വസൂരി എന്ന് പറയുന്നത് എന്തായിരുന്നു? ദൈവകോപം എന്നാണ് അന്നത്തെ ജനങ്ങളുടെ ചിന്ത. അപ്പൊ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ടാണ് എന്ത് ഈ പടയണി നടത്തി വരുന്നത്. അപ്പം പടയണി ഇപ്പോഴും അവതരിപ്പിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഇപ്പോഴും പടയണി അവതരിപ്പിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അത് എവിടേക്കാണ്? ഇത് പടയണിയുടെ ജന്മസ്ഥലമായ കടമ്മനിട്ടയും ഓച്ചിറയും. ഈ ഓച്ചിറയിലും കടമ്മനിട്ടയിലുമാണ് ഇപ്പോഴും പടയണി അവതരിപ്പിച്ചു വരുന്ന ക്ഷേത്രങ്ങളുള്ളത്. കേരളം ഭരിച്ചിരുന്ന ചേരമൻ പെരുമാൾ ചക്രവർത്തിയുടെ യുദ്ധവിജയങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇത് ആരംഭിച്ചതെന്നും ഐതിഹ്യമുണ്ട്. അതായത് വേറൊരു ഐതിഹ്യം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടൈതിഹ്യം, ഒന്ന് നമ്മൾ വിളവെടുപ്പിന്റെ സമയത്ത് നടന്നു പറഞ്ഞു, പിന്നൊന്ന് പറഞ്ഞ എന്താണ്, ജനങ്ങളുടെ വസൂരി മാറ്റാനായിട്ട് ഗ്രാമങ്ങളിൽ മൊത്തം നടത്തിയിരുന്നു എന്ന് പറയുന്നു. അത് മാത്രമല്ല, വേറൊരു ഐതിഹ്യം കൂടെ പറയുന്നുണ്ട് ഈ പടയണിയെ പറ്റി. അത് മറ്റൊന്നല്ല, കേരളം ഭരിച്ചിരുന്ന ചേരമൻ പെരുമാൾ എന്ന് പറഞ്ഞ ചക്രവർത്തി ഉണ്ടായിരുന്നു. പുള്ളിയുടെ യുദ്ധവിജയങ്ങൾ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കാനൊക്കെ ആയിട്ട് ഈ കൊട്ടി ഘോഷിക്കാന്നൊക്കെ കേട്ടില്ലേ, അങ്ങനെ കൊട്ടി ഘോഷിക്കാനായിട്ട് എന്ത് ആരംഭിച്ചൊരു കലാരൂപമാണ് ഇത് പടയണി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല ഇത് ഐതിഹ്യങ്ങൾ വരുന്നത്. കാരണം ഒരു കാര്യത്തെ പറ്റി നമ്മൾ പല രീതിയിൽ പറയും. കാരണം ഇതൊരു വ്യക്തത കുറഞ്ഞൊരു കാര്യമാണ്. പണ്ട് കാലത്ത് നടന്നിരുന്ന സംഭവങ്ങളാണ് ഇത്. പണ്ട് കാലം തൊട്ടേ തുടർന്ന് വന്നതാണ്. അപ്പൊ ഇതിന്റെ ഉത്ഭവം എന്താണ്, ഇതിന്റെ കറക്റ്റായുള്ള ചരിത്രം എന്താണെന്നുള്ളത് കറക്റ്റ് ആർക്കും ഇപ്പോഴും അങ്ങനെ വ്യക്തതയില്ല. അപ്പൊ ഓരോന്നിനും ഓരോ ഐതിഹ്യങ്ങൾ ഓരോ നാട്ടിൽ പറയുന്നുണ്ട്. ഇപ്പം തെക്കോട്ട് പറയുന്നതായിരിക്കില്ല വടക്കോട്ട് പറയുന്നത്. ഈ മധ്യ കേരളത്തിൽ വേറൊരു ചരിത്രമായിരിക്കും. അങ്ങനെ ഓരോ ഇതിനും കേരളത്തിൽ ഓരോ ഭാഗത്ത് ഓരോ ചരിത്രമായിരിക്കും പറയാനുണ്ട്, അല്ലെങ്കിൽ ഓരോ ഐതിഹ്യം പറയാനുണ്ടാവും. അപ്പം പടയണിയെ പറ്റി ഇവിടെ 2-3 കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി നീലംപേരൂർ പടയണിക്ക് പ്രശസ്തമായ ജില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആലപ്പുഴയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. ഇത് നീലംപേരൂർ പടയണിക്ക് പ്രശസ്തമായ ജില്ല ഏതാണ്? ആലപ്പുഴ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ടോപ്പിക്കുകൾ PSCക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിനും ആവശ്യമുള്ളതാണ്. ഇത് SSC RRB നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റേ
സ്റ്റാറ്റിക് ജി കെ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ആ സ്റ്റാറ്റിക് ജി കെ എന്ന പോർഷനിൽ കേരളത്തിലെ കലകൾ, അതായത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കലാരൂപങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ കേരളത്തിലെ ഈ കലകളെ പറ്റി ചോദിക്കാറുണ്ട്. അത് കേരളത്തിലുള്ളവർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഭാഗ്യമാണ്. പക്ഷേ ഇത് മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ചോദിക്കുമ്പോൾ ഇത് അങ്ങനെ അധികം ചോദ്യങ്ങൾ കാണാറില്ല. പക്ഷെ പിന്നെ ഇവർ ആ സ്റ്റാറ്റിക് ജി കെയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ചോദ്യങ്ങളിൽ ഇതും പെടാറുണ്ട്. കേരളത്തിലെ കലാരൂപങ്ങളും പെടാറുണ്ട്. മെയിനായിട്ട് കഥകളി, കൂടിയാട്ടമൊക്കെയാണ്. എങ്കിലും ഇത് ഇങ്ങനെയുള്ള കലകൾ അപൂർവമായിട്ട് വന്ന് പെടാറുണ്ട്. കാരണം നല്ല ടഫ് എക്സാം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വരും. അപ്പം എന്താണ് പറഞ്ഞത്, നീലമ്പേരൂർ പടയണിക്ക് പ്രശസ്തമായ ജില്ല ഏതാണ്? ആലപ്പുഴയുണ്ട്. നീലമ്പേരൂർ പടയണിക്ക് പ്രശസ്തമായ ജില്ലയാണ് ആലപ്പുഴ. ഇനി ഇതിന്റെ ചടങ്ങുകൾ, അത് പടയണിയുടെ കുറച്ച് ചടങ്ങുകളുണ്ട്. അതെന്താന്ന് പേര് മാത്രം പഠിച്ചു വെച്ചാൽ, അത് കൂടുതലായിട്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട. ആ പേരെന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് പറയുന്നത് കാച്ചിക്കൊട്ട്. കാച്ചിക്കൊട്ടാണ് ചടങ്ങുകളിൽ ഒന്നാമതെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാപ്പൊലിയും കാവടി തുള്ളലും. എന്താണ് കാപ്പൊലിയും കാവടി തുള്ളലും? ഒന്ന് കാച്ചിക്കൊട്ട്, ഒന്ന് കാപ്പൊലിയും കാവടി തുള്ളലും, പിന്നെ ഒന്ന് കോലം തുള്ളല്. എന്തൊക്കെയാ? കാച്ചിക്കൊട്ട്, കാപ്പൊലിയും കാവടി തുള്ളലും, കോലം തുള്ളലും. ഇങ്ങനെ 3 ചടങ്ങുകളാണുള്ളത്. ഇനി പടയണിയുള്ള വിവരം അറിയിച്ചുകൊണ്ട് നാട്ടുകാര് ഇപ്പൊ ഈ കൊട്ടി കൊഴിച്ച് അറിയിക്കുന്നു പറഞ്ഞില്ല, നമ്മള് പണ്ട് ചെണ്ട കൊട്ടി അറിയിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ സിനിമ വരുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നൊക്കെ പണ്ട് ഈ ജീപ്പിലൊക്കെ കെട്ടി വെച്ച് തിയേറ്ററിൽ ഇന്ന സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അനൗൺസ് ചെയ്യുന്നവരില്ലേ, അതുപോലെ ഇന്ന നാട്ടിൽ ഇന്നടുത്ത ക്ഷേത്രത്തിൽ ഇന്ന കല നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഉത്സവം നടക്കുന്നുണ്ട്. അതുപോലെ പടയണി നടക്കുന്ന വിവരം പണ്ട് കാലത്ത് കൊട്ടി കഴിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഈ കൊട്ടി കൊഴിച്ച് നാട്ടുകാരെ അറിയിച്ചോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൊട്ടി അറിയിക്കുന്ന ചടങ്ങിനാണ് കാച്ചിക്കൊട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു ചടങ്ങായിട്ടുള്ള കാച്ചിക്കൊട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ കഥകളിയിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇങ്ങനെ കൊട്ടി ഘോഷിക്കുന്ന ഒരു ചടങ്ങ് ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ പടയണിയിലെ ആദ്യത്തെ ചടങ്ങാണ് ഇത് കാച്ചിക്കൊട്ട്. അതാണ് ഈ ജനങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാരെ അല്ലെങ്കിൽ എല്ലാവരും, ഗ്രാമവാസികൾ അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും ഇത് ഇന്ന് പടയണി നടക്കുന്നുണ്ടെന്നുള്ള വിവരം ഇങ്ങനെ അറിയിക്കുന്നതാണ് എന്ത്? കാച്ചിക്കൊട്ട് എന്ന് പറയുന്നത്. ഇനി പടയണിയിലെ ഏറ്റവും വലിയ കോലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭൈരവിക്കോലാണ്. ഇതും പ്രീവിയസ് ആണ്. പടയണിയിലെ ഏറ്റവും വലിയ കോലം ചോദിച്ചാൽ അത് ഭൈരവിക്കോലാണ്. ഏതാണ്? ഭൈരവിക്കോലാണ് പടയണിയിലെ ഏറ്റവും വലിയ കോലം. ഇനി നമുക്ക് കുറച്ച് കോലങ്ങൾ നോക്കാം. കുറച്ച് പേരുകളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. പടയണിയിൽ പ്രശസ്തമായ കുറച്ച് കോലങ്ങൾ. അത് ഭൈരവിക്കോലം ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ. അത് കൂടാണ്ട് മറ്റു കുറച്ച് കോലങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ആ ഒന്ന് പേരുകൾ പഠിച്ചു. ഒന്ന് കാലൻ കോലം. എന്താണ്? കാലൻ കോലം, ഗണപതി കോലം, പിന്നെ വരുന്നത് യക്ഷിക്കോലം. യക്ഷിക്കോലം ഇത് കാലാണ്, അത് പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. യക്ഷിക്കോലം, മറുതക്കോലം, പക്ഷിക്കോലം, മാടൻ കോലം, പിന്നെ പിശാചി കോലം, ദേവതാ കോലം, ഭദ്രകാളി കോലം, ശിവകോലം, ഗന്ധർവൻ കോലം. ഇത്രയാണ് പടയണിയിലെ പ്രസിദ്ധമായ കോലങ്ങൾ. ഇതെല്ലാം വേറെയും കോലങ്ങളുണ്ട്. അതിൽ ഇത്രയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഈ കോലങ്ങളൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് പടയണിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ കോലങ്ങൾ പേര് പറഞ്ഞത്. അല്ലാതെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ചോദിക്കലില്ല. ഈ കോലങ്ങളൊക്കെ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് പടയണിയിലെ കോലങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓപ്ഷനൊക്കെ തന്നിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒക്കെ ചേരുംപടി ചേർക്കാൻ വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് ഈ പേരുകൾ. ഈ പേരുകളൊന്നും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു 2-3 വട്ടം വായിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. എന്താണ്? കാലങ്കോലം, ഗണപതിക്കോലം, യക്ഷിക്കോലം, മറുതക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, പിശാചിക്കോലം, ദേവതാക്കോലം, ഭദ്രകാളിക്കോലം, ശിവകോലം, ഗന്ധർവൻ കോലം. ഇത്രയാണ് കോലം. ഇത്രയും കോലങ്ങളുണ്ട്, പടയണിയിലുണ്ട്. അതിൽ ഏറ്റവും വലുതേതാണ്? ഭൈരവിക്കോലാണ്. ഏറ്റവും വലിയ പടയണിയിലെ വേഷം എന്ന് പറയുന്നതാണ് ഭൈരവിക്കോലാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് പടയണിയെ പറ്റി നോക്കാനുള്ളത്. ഏകദേശം ഇത്രയും തന്നെയാണ് കൂടുതലും ചോദിച്ച് കാണാറുള്ളത്. അപ്പൊ ഇതിലും കൂടുതലായിട്ട് അങ്ങനെ ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ PSC ആയതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഓരോ ദിവസം ഇപ്പൊ പുതിയ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ചോദിക്കില്ല എന്ന് നമുക്ക് ആ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റൂല. പക്ഷെ ഇതുവരെയുള്ള പ്രീവിയസും ഇത്ര നാളത്തെ ഇതും പിന്നെ SCRT ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പടയണിയെ പറ്റി കൂടുതലായിട്ട് പറയുന്നത്. ഇത് നമുക്ക് മറ്റേ ഡിഗ്രി പ്രിലിംസ് ആണ് മെയിൻ. ഇത് ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞില്ലേ 10 മാർക്കിന് വരെ വരുന്നുണ്ട് മറ്റേ മൊത്തത്തില്. അതായത് കല, സാഹിത്യ, സിനിമ, പിന്നെ നമ്മുടെ സ്പോർട്സ്, ഇത് എത്രയും ചേർത്തിട്ട് എന്താണ് 10 മാർക്ക് ചോദിക്കുന്നുണ്ട്. അല്ല എങ്ങനെ പോലും കലകളിൽ നിന്ന് ഒരു 3-4 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഡിഗ്രി പ്രിലിംസിനും ഡിഗ്രി മെയിൻസിനും ഒക്കെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്, ഈ കലാ സാഹിത്യം എന്ന് പറയുന്നത്. പിന്നെ 10th ലെവലിൽ 3 മാർക്കിന് ഈ ഭാഗം ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ എങ്ങനെയായാലും ഒരു ക്വസ്റ്റൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റൻ എന്തായാലും ഈ കലകളെ പറ്റി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ കലകള്, സാഹിത്യം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ അധികം ഈ PSC ആൾക്കാർ നോക്കില്ല. എല്ലാവരും ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെങ്കിൽ മാത്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കും. അപ്പൊ കൂടുതൽ റാങ്ക് ഹോൾഡർ ആവണമെങ്കിൽ ഇപ്പൊ എല്ലാം വേണം, ഒന്നും വിട്ടുപോകാൻ പാടില്ല. അപ്പൊ ഒന്നും വിട്ട് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ കലകളും പോലുള്ള ഇങ്ങനത്തെ ടോപ്പിക്കുകളും നമ്മൾ നോക്കും. ഇങ്ങനത്തെ ടോപ്പിക്കുകൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ലാത്ത മാർക്കുകളാണ്. ഇതൊക്കെ ഒന്ന് ശ്രമിച്ചാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയയാണ് ഈ കലകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ഇപ്പൊ അടുത്ത കല നോക്കാം. അടുത്ത തിരുവാതിര കേട്ടോ. തിരുവാതിര അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ തിരുവാതിര എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തിരുവാതിരയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം.
എന്താണ് സ്ത്രീകൾ സംഘം ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് എന്ത് തിരുവാതിരക്കളി എന്ന് പറയുന്നത്. സ്ത്രീകൾ സംഘം ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണ് തിരുവാതിരക്കളി. ഇനി തിരുവാതിരക്കളി നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കേരളവും ഉണ്ട്, തമിഴ്നാടും ഉണ്ട്. ഇത് തമിഴ്നാട്ടിൽ എന്ത് തിരുവാതിര നടത്താറുണ്ട് കേട്ടോ. കേരളത്തിൽ മാത്രമല്ല, തിരുവാതിരക്കളി നടക്കുന്ന സംസ്ഥാനങ്ങൾ വെച്ചാൽ കേരളം മാത്രമല്ല, തമിഴ്നാടും എന്ത് തിരുവാതിര നടത്താറുണ്ട്. അത് ഓർത്ത് വെക്കുക. കാരണം നമ്മൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഈ കേരളം മാത്രം ഉണ്ടെങ്കിൽ കേരളം എന്ന് മാത്രം എഴുതും. അപ്പൊ കേരളം മാത്രമല്ല, തമിഴ്നാട്ടിൽ എന്ത് തിരുവാതിര നടത്താറുണ്ട്. ഇനി കൈകൊട്ടിക്കളി എന്നറിയപ്പെടുന്നത് എന്താണ്? തിരുവാതിരക്കളിയുണ്ട്. കൈകൊട്ടിക്കളി എന്നറിയപ്പെടുന്നത് എന്താണ്? തിരുവാതിരക്കളിയാണ്. ഇനി ധനുമാസത്തിലെ തിരുവാതിര നാളിലും ഓണക്കാലത്തും പൊതുവെ ഇത് അവതരിപ്പിച്ചത്. നമ്മൾ കൂടുതൽ ഇതിങ്ങനെ തിരുവാതിര എന്നും നടത്താറില്ല, ഓണക്കാലത്താണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് ധനുമാസത്തിൽ തിരുവാതിര നാളിൽ, ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇത് കൂടുതലായിട്ട് തിരുവാതിര നടത്തി വരുന്നത്. പിന്നെ വരുന്ന ഓണക്കാലത്ത്, ഓണക്കാലത്ത് നമുക്ക് പലയിടത്തും ഇപ്പം ഇങ്ങനെ ആചരിക്കാൻ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ആരും അങ്ങനെ കലാരൂപങ്ങൾ ഇതൊന്നും അങ്ങനെ അവതരിപ്പിക്കുന്നത് കാണാറില്ല. ഇത് പണ്ട് കാലത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നില്ലേ ഓണക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ടി വി അതൊന്നും ഇല്ലാത്ത കാലം, അല്ലെങ്കിൽ ഫോണും ഇല്ലാത്ത കാലം, സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലാത്ത കാലത്ത് ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു, സംഭവമായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്താണ് ഇതൊന്നും ആരും അങ്ങനെ ഫോളോ ചെയ്യാത്തത്. അപ്പൊ പണ്ട് കാലത്ത് ഓണക്കാലത്ത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഇത് തിരുവാതിര കളി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓണക്കാലത്ത് പൊതുവെ നടത്തിയിരുന്ന ഒരു കലാരൂപമാണ് ഇത് തിരുവാതിര എന്ന് പറയുന്നത് കേട്ടോ. ഇനി തിരുവാതിരകളിൽ പ്രതിഫലിക്കുന്ന പ്രധാന ഭാവം ഏതാണ്? ലാസ്യ ഭാവമാണ്. ഏതാണ്? ലാസ്യ ഭാവമാണ് തിരുവാതിരകളിൽ പ്രതിഫലിക്കുന്ന പ്രധാന ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്യ ഭാവമാണ്. ഇനി പാതിരാപ്പൂചൂടൽ, എട്ടങ്ങാടി എന്നിവ തിരുവാതിരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ പാതിരാപ്പൂചൂടൽ, എട്ടങ്ങാടി എന്നിവ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ എന്തുമായിട്ടാണ്? തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പാതിരാപ്പൂചൂടൽ, എട്ടങ്ങാടി. ഇനി പദസാഹിത്യവുമായി ഇഴകിച്ചേരുന്ന നൃത്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ്? തിരുവാതിര കേട്ടോ. പദസാഹിത്യവുമായി ഇഴുകിച്ചേരുന്ന നൃത്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ്? തിരുവാതിരയാണ്. അപ്പൊ തിരുവാതിരയെ പറ്റി എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? സ്ത്രീകൾ സംഘം ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് തിരുവാതിരക്കളി. തമിഴ്നാട്ടിൽ, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും എന്ത് തിരുവാതിരക്കളി നടക്കാറുണ്ട്. കൈകൊട്ടിക്കളി എന്നും അറിയപ്പെടുന്നുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നാളിലും ഓണക്കാലത്തും എന്ത് തിരുവാതിര അവതരിപ്പിക്കുന്നത്. പിന്നെ പറഞ്ഞെന്താ? തിരുവാതിരക്കളി പ്രതിഫലിക്കുന്ന പ്രധാന ഭാവം ചോദിച്ചാൽ ഏതാണ്? അത് ലാസ്യ ഭാവമാണ് കേട്ടോ. ഏതാണ് പ്രധാന ഭാവം? ലാസ്യ ഭാവമാണ്. പാതിരാ പൂജോടൽ, എട്ടങ്ങാടി എന്നിവ തിരുവാതിരയായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ്? പാതിരാ പൂജോടൽ, എട്ടങ്ങാടി എന്നിവ എന്താണ്? തിരുവാതിരയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി പദസാഹിത്യവുമായി ഇഴുകിച്ചേരുന്ന നൃത്തം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ്? അത് തിരുവാതിരക്കളിനെയാണ് കേട്ടോ. പദസാഹിത്യം ഇഴുകിച്ചേരുന്ന നൃത്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? തിരുവാതിരയാണ്. ഇനി നമ്മൾ യക്ഷഗാനം. ഈ യക്ഷഗാനം ഇമ്പോർട്ടന്റ് ആട്ടോ. യക്ഷഗാനമാണ് അടുത്ത നമ്മൾ നോക്കാനുള്ളത്. ഈ യക്ഷഗാനം സംസാരിക്കുന്ന കഥകളി അല്ലെങ്കിൽ ബലയാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന എന്താണ്? കലാരൂപമാണ് ട്ടോ യക്ഷഗാനം. സംസാരിക്കുന്ന കഥകളി. എന്താണ്? സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനാണ്. അതുപോലെ തന്നെ ബയലാട്ടം എന്നറിയപ്പെടുന്നത് എന്താണ്? കഥകളിയുണ്ട്. എന്താണ്? ബയലാട്ടം എന്നറിയപ്പെടുന്നതാണ് കഥകളിയാണ്. കർണാടക സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് ട്ടോ യക്ഷഗാനം. ഇത് കേരളത്തിന്റെ തന്നെ കലാരൂപം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് കർണാടകയിലാണ് ഇത് യക്ഷഗാനം മെയിൻ ആയിട്ട് അവതരിപ്പിക്കുന്നത്. കാരണം ഈ കർണാടകയുടെ അവരുടെ ഒരു സ്റ്റൈലും അവരുടെ ഒരു ഈ പുരാതന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് യക്ഷഗാനം കൂടുതൽ ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത്. അവരുടെ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടാണ് കൂടുതൽ യക്ഷഗാനം കൂടുതലായിട്ട് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത്. കർണാടക സംസ്ഥാനത്തിലാണ് യക്ഷഗാനം കൂടുതലായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് എളുപ്പമായിട്ട് കിട്ടും. എന്താണ്? കർണാടക സംസ്ഥാനത്തോട് ആയതുകൊണ്ട് തന്നെ കർണാടക സംസ്ഥാനത്ത് നിന്ന് കേരളത്തോട് കൂട്ടിച്ചേർത്ത കാസർഗോഡ് ജില്ലയിലാണ് എന്ത് യക്ഷഗാനം കൂടുതലായിട്ട് യക്ഷഗാനം എന്ന് പറഞ്ഞാൽ ഇത് പ്രചാരത്തിലുള്ളത്. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ല. കാരണം എന്താണ്? കർണാടകയിൽ നിന്ന് കൂട്ടിച്ചേർത്തൊരു ജില്ലയാണ് എന്ത്? കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. കർണാടക സംസ്ഥാനത്ത് നിന്ന് കേരള സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്ത ജില്ലയാണ് ഇത് കാസർഗോഡ്. കാസർഗോഡിന്റെ പല ഭാഗങ്ങളും കർണാടക സംസ്ഥാനത്ത് നിന്ന് കൂട്ടിച്ചേർത്തായിരുന്നു കേരള സംസ്ഥാനം രൂപീകരിച്ച സമയത്ത്. അത് നമ്മൾ പഠിക്കുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കർണാടകയിലെ ഈ കലാരൂപം എന്ന യക്ഷഗാനമായിട്ടുള്ള യക്ഷഗാനം നമ്മുടെ എവിടെയാണ്? കാസർഗോഡും പ്രചാരത്തിലുണ്ട്. കാസർഗോഡ് പ്രചാരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേരളത്തിലെ യക്ഷഗാനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. ഇനി കഥകളി സാമ്യമുള്ള കേരളത്തിലെ നൃത്തരൂപമാണ് ഇത് യക്ഷഗാനം എന്ന് പറയുന്നത്. കഥകളിയായിട്ട് നല്ല സാമ്യമുണ്ട് യക്ഷഗാനത്തിന് കേട്ടോ. പല കലകളും കഥകളിയായിട്ട് നല്ല ബന്ധമുണ്ട്. എന്താണ്? പല കലകളും എന്താണ്? കഥകളിയായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കേരളത്തിലെ പല കലാരൂപങ്ങളും എന്താണ്? കഥകളിയായിട്ട് നല്ല ബന്ധം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധമുള്ള ഒരു കലയാണ് ഈ യക്ഷഗാനം എന്ന് പറയുന്നത്. ഇനി രാമായണം, മഹാഭാരതം എന്നീ കൃതികൾ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന കലാരൂപമായിട്ട് എന്താണ്? രാമായണം, മഹാഭാരതം എന്നീ കൃതികളാണ് എന്ത്? യക്ഷഗാനത്തിൽ ആസ്പദമാക്കുന്നത് കേട്ടോ. രാമായണവും മഹാഭാരതമാണ് യക്ഷഗാനത്തിൽ ആസ്പദമാക്കുന്ന ഇതെന്ന് പറയുന്നത് ബുക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? രാമായണം, മഹാഭാരതമാണ്. അല്ലെങ്കിൽ കഥകൾ എന്ന് ചോദിച്ചാൽ രാമായണം, മഹാഭാരതമാണ്. ഇനി യക്ഷഗാനം തുളുവിലും കന്നഡയിൽ അറിയപ്പെടുന്ന എന്താണ്? ആട്ടം എന്നാണ്. യക്ഷഗാനം തുളുവിലും കന്നഡയിൽ അറിയപ്പെടുന്നതാണ് ആട്ടം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ആട്ടം എന്നറിയപ്പെടുന്നത് ഏതാ? തുളുവിലും കന്നഡ ആട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? യക്ഷഗാനമാണ്. ഇനി യക്ഷഗാനത്തിന്റെ പിതാവ് ചോദിച്ചാൽ അതാണ് പാർത്തി സുബ്ബയ്യാണ്. ആരാണ്? പാർത്തി സുബ്ബയ്യാണ് യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ് പാർത്തി സുബ്ബയ്യ? യക്ഷഗാനത്തിന്റെ പിതാവ്.
ഇനി ഡോക്ടർ കെ ശിവറാം കാരന്താണ് യക്ഷഗാനത്തിന്റെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഡോക്ടർ കെ ശിവറാം കാരന്താണ് യക്ഷഗാനത്തിന്റെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത്. യക്ഷഗാനത്തിന്റെ പിതാവ് ചോദിച്ചാൽ പാർത്തി സുബ്ബയ്യാണ്. എന്നാൽ ഡോക്ടർ കെ ശിവറാം കാരന്താണ് യക്ഷഗാനത്തിന്റെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ യക്ഷഗാനത്തെ പറ്റി എന്തൊക്കെയാ നോക്കിയത്? സംസാരിക്കുന്ന കഥകളി അല്ലെങ്കിൽ ബയലാട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് യക്ഷഗാനമാണ്. കർണാടകയുടെ കലാരൂപമാണ് ഇത് യക്ഷഗാനം എന്ന് പറയുന്നത്. യക്ഷഗാനം പ്രചാരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയാണ്. കാരണം അത് കർണാടകയിൽ നിന്നാണ് അവിടുത്തെ പല സ്ഥലങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടുള്ളത്. ഇനി കഥകളിയുമായി സാമ്യമുള്ള കേരളത്തിലെ നൃത്തം ചോദിച്ചാൽ ഏതാണ്? അത് യക്ഷഗാനമാണ്. രാമായണം, മഹാഭാരതം എന്നീ കൃതികൾ ആസ്പദമാക്കിയാണ് ഇത് യക്ഷഗാനം ചെയ്യുന്നത്. ഇനി യക്ഷഗാനം തുളുവിലും കന്നഡയിലും അറിയപ്പെടുന്ന ഏതാണ്? ആട്ടം എന്നാണ്. എന്താണ്? തുളുവിലും കന്നഡയിലും യക്ഷഗാനം അറിയപ്പെടുന്നത് എന്താണ്? ആട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് പാർത്തി സുബ്ബയ്യാണ് യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ കെ ശിവറാം കാരന്താണ് യക്ഷഗാനത്തിന്റെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത്. ഡോക്ടർ കെ ശിവറാം കാരന്താണ് യക്ഷഗാനത്തിന്റെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. ഇന്ന് അധികം ടോപ്പിക്ക് പോയിട്ടില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം വരുന്ന ക്ലാസ്സുകളിൽ ഇനി അധികം ഉണ്ടാവില്ല. കാരണം ഓരോ കലാരൂപങ്ങളിലും അധികം എടുക്കാനില്ല, കുറേശ്ശെ എടുക്കാനുള്ളൂ. അപ്പം എല്ലാവർക്കും ഓരോ ദിവസം ഇത്ര വെച്ച് കണ്ടു പോകുന്നത്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കൊണ്ടിരുന്നത്. അല്ലാതെ ഒരുമിച്ച് എടുക്കാന്നേ ഉള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഇത് കുറേ എടുത്ത് അങ്ങ് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണമെങ്കിൽ ഇത് കുറേശ്ശെ എടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ തുടർച്ചയായി ക്ലാസ് എടുത്ത് ഇത് തീർക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. കാരണം ഇത് നല്ല ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഇത് റിവൈസ് അടിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഇതിങ്ങനെ ചെറിയ ക്ലാസ്സുകളായിട്ട് ഇടുമ്പോഴാണ് കൂടുതൽ ഇതായിട്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരുന്നത്. ഇത് കൂടുതൽ ദേവസ്വം ബോർഡുകാർക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു സാധനമാണിത്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ ടോപ്പിക്കിലും അല്ലാതെ തന്നെ 10 മാർക്കിനും ചോദിക്കുന്നതാണ് കലകൾ എന്ന് പറയുന്നത്. ഒപ്പം സ്പെഷ്യൽ ടോപ്പിലും ചോദിക്കുന്നത്. അങ്ങനെ രണ്ടിടത്തും ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ദേവസ്വം ബോർഡുകാർക്ക്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ കമ്പനി ബോർഡ് LGSന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റുമൊക്കെ ആരംഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. ഇനി IT-യുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സുകൾ, IT ക്ലാസ്സുകൾ, കറണ്ട് അഫയറിന്റെ ക്ലാസ്സുകൾ. കറണ്ട് അഫയർ നമ്മൾ ഈ ഷോർട്ടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് മാത്രമല്ലാതെ ക്ലാസ്സുകളായിട്ടും അല്ലാതെ വലിയ ഫുൾ ക്ലാസ്സുകളായിട്ടൊക്കെ നമ്മൾ കറണ്ട് അഫയർ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.